നമുക്കെല്ലാവർക്കും ഗാർഡനിങ് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ചെടിയെങ്കിലും വീട്ടുമുറ്റത്ത് നടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയിരുന്നാലും ഒരു വീടാണെങ്കിൽ അതിൻ്റെ മുമ്പേ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്താത്തതായിട്ട് കാണുകയേയില്ല, അല്ലേ? എല്ലാ വീടുകളിലും ഒത്തിരിയേറെ ചെടികൾ നട്ടു വളർത്താറുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന ചെടികളിൽ ഇലകളും പൂക്കളും ഒക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ നട്ടു വളർത്തി അതിനെ വലുതാക്കിയെടുത്ത് അതിൽ പൂക്കൾ വരാൻ വളരെയേറെ ശ്രമകരമായ ഒരു കാര്യമാണ്. ബിഗിനേഴ്സിനൊന്നും ഒരിക്കലും അതൊന്നും സക്സസ് ആവാറുമില്ല. എൻ്റെ അവസ്ഥ മറിച്ചല്ല. ഞാനും ആദ്യം ഇതുപോലെ തന്നെയാണ്. ഓർക്കിഡുകൾ നടുമ്പോൾ സമയത്തത് വളരാറുമില്ലായിരുന്നു, പൂക്കാറും ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറേ മനസ്സിലാക്കിയെടുത്ത ശേഷമാണ്, ഇതിൻ്റെ കണ്ടീഷനുകളും ഒക്കെ മനസ്സിലാക്കിയ ശേഷമാണ് അതിൽ കുറച്ച് നമുക്ക് കെയർ കൊടുക്കാനും എങ്ങനെയൊക്കെയാണ് ഇത് നട്ടു വളർത്തേണ്ടതെന്ന് മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ ഞാൻ അവസാനം നട്ടു വളർത്തി വിജയിച്ച ഒരു ഓർക്കിഡാണ് ഈ കാണുന്നത്. അതായത് ഒരു 10 വർഷം മുമ്പെയാണ് ഞാൻ ഈ ഓർക്കിഡ് പ്ലാന്റ് നട്ടത്. അതിൽ നിന്ന് പിരിച്ച് ധാരാളം തൈകളുണ്ടാക്കി. പിന്നീട് അത് കുറേ തൈകളുണ്ടായി. അതെല്ലാം നല്ല രീതിക്ക് ഫ്ലവർ ഇട്ടു. ഈ പോട്ട് കണ്ടോ, ഞാൻ ഇതിലാണ് അത് ആദ്യം നട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ അതിനെ റീപോർട്ട് ചെയ്യുന്നുണ്ട്. ആ റീപോർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ ചെടിയെ ആ പഴയ പോട്ട് അങ്ങനെ തന്നെ ഞാൻ ഇറക്കി വയ്ക്കായിരുന്നു. കാരണം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടിയും ഒടിഞ്ഞു പോവും, പിന്നെ നമ്മുടെ ചെടിയുടെ വേരും പോവും. അതുകൊണ്ട് ഞാൻ ആ ചട്ടി ഉൾപ്പെടെയാണ് ആ വലിയ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് എൻ്റെ പോട്ടിംഗ് മീഡിയ ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് തറയിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയ പോട്ടുകളിൽ നട്ട് സ്റ്റാൻഡൊക്കെ കൊടുത്ത് കെട്ടി റെഡിയാക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അതിൽ. ഞാൻ ഈ 10 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഓർക്കിഡൊന്നും വളർന്ന് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം ഒത്തിരി സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണല്ലോ ഓർക്കിഡ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 10 കൊല്ലം കൊണ്ടാണ് എൻ്റെ ഈ പ്ലാന്റ്സ് എല്ലാം എനിക്ക് ഇത്രയും വലുപ്പത്തിൽ കിട്ടിയതും അത്രയും ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ ഇപ്പോൾ അതിന് നല്ലൊരു കണ്ടീഷൻ അതിന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അത് നല്ലതുപോലെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയത്. അതിന് ബ്രൈറ്റ് ലൈറ്റ് വേണമെന്നില്ല, പക്ഷേ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഏറ്റവും നല്ലത്. ഞാൻ ഇത്രയും നാളും ബ്രൈറ്റ് ലൈറ്റിലിട്ടിരുന്നു. ബ്രൈറ്റ് ലൈറ്റിലിട്ടിരുന്നാൽ അത് നല്ലതുപോലെ പൂക്കുന്നുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല. എങ്കിലും അതിൽ കൂടുതൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടുന്നുണ്ട്, എന്നാൽ നല്ല ഡയറക്റ്റായിട്ടല്ല, ഒരു നിയർലി ഡയറക്റ്റ് എന്ന് പറയാം. അതായത് നേരിട്ട് വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല പിന്നെ ഹീറ്റും ഹ്യൂമിഡിറ്റിയും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കണ്ടീഷനാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അത് നിറയെ ഇപ്പോൾ പൂത്ത് കിടക്കുന്നു. ഇതിപ്പോൾ ഇപ്പോഴെടുത്തതാണ്, ഇതിന് മുമ്പേ തന്നെ അത് പൂത്ത് തുടങ്ങിയതാണ്. ഒത്തിരി ഫ്ലവർ സ്പൈക്സ് വന്ന് പൂത്ത് കൊഴിഞ്ഞു പോയി. അതിന് ശേഷമൊക്കെയാണ് ഞാനത് റീപോർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, അത് അവിടെ കിടക്കുമ്പോൾ ഇതെല്ലാം ആ ഹാങ്ങിങ് പോട്ടുകളിൽ, ഞാൻ ദൂരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള പോട്ടുകളിലാണ് ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ അത് വെയിറ്റ് കാരണം ഇങ്ങനെ തൂങ്ങി ഒടിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അതെല്ലാം മാറ്റി വലിയ പോട്ടുകളിൽ താഴേക്ക് നട്ടുവെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ, വലുതായ പ്ലാന്റുകളെ നമുക്കിതുപോലെ നിലത്ത് നടാം. വലിയ പോട്ടുകളിൽ നിലത്ത് നട്ട് ഇതുപോലെ സ്റ്റാൻഡൊക്കെ കൊടുത്ത് കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അതിന് നല്ലൊരു കണ്ടീഷനിൽ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ കാണാനും വളരെ ഭംഗിയാണ്. സാധാരണ നമ്മൾ ഓർക്കിഡ് ഇങ്ങനെ പോട്ടുകളിൽ തറയിലൊന്നും അങ്ങനെ വെക്കാറില്ല, കൂടുതലും ഹാങ് ചെയ്തിടാറാണ് പതിവ്. എന്നാൽ സാധാരണ മിനിയേച്ചർ ടൈപ്പൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താനായിട്ട് പറ്റും. എന്നാൽ ഈ വെറൈറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ലാർജ് സൈസിലേക്ക് വരുന്നതാണ്. ഓൾഡസ്റ്റ് വെറൈറ്റിയാണിത്. ഈ ഒരു ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഓൾഡസ്റ്റ് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരിഷ്ടം തോന്നും, അല്ലേ? 2 കളറ് ചേർന്ന് വരുന്നുണ്ട്. നല്ല ഒരു ലാവൻഡറും വരുന്നുണ്ട്, ഒരു ലൈറ്റ് ലാവൻഡറും വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്ന് ആ ഒരു കളറും ആ ഫ്ലവറും, ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഒരു സ്പൈക്കിൽ തന്നെ നിറയെ പൂക്കാറുണ്ട്. വലിയ സ്പൈക്സുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സ്പൈക്സിൻ്റെ നീളം കൂടുമ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞ് ഒരു ആർച്ച് ഷേപ്പിലേക്കൊക്കെ വരും. അപ്പോൾ ഈ വെയിറ്റ് കൊണ്ടാണ് അത് ഒടിഞ്ഞ് താഴേക്ക് വീണത്. ഇപ്പോൾ ഞാൻ അവയെ നല്ല ഒരു സെറ്റിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോഴും നിറയെ പൂക്കുലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിനു മുമ്പേ അത് പൂത്ത് തുടങ്ങിയതാണ് കേട്ടോ.
ഇപ്പോൾ ഒത്തിരി നാളുകൊണ്ടേ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. പൂ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 3-4 മാസമൊക്കെ അതിൽ കാണും. കണ്ടല്ലേ, പുതിയ പുതിയ മൊട്ടുകളും അതിൽ വരുന്നുണ്ട്. ഒത്തിരി നാളിങ്ങനെ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് തന്നെ പുതിയ സ്പൈക്സുകൾ വരികയും ചെയ്യും. അതിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫലത്തിലെന്താ, നിറയെ എന്നും പൂക്കളുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അതിനുള്ളത്. ഞാൻ എൻ്റെ ഈ ഗാർഡനിൽ ഈ ഫിലിപ്പിക്ക പൂത്തു തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഒഴിയേയില്ല. സാധാരണ ഓർക്കിഡ് പൂക്കളൊക്കെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെടി നട്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഓർക്കിഡിൻ്റെ കാര്യത്തിൽ അത് സത്യം തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാലേ പറ്റുള്ളൂ. അതിന് കുറേയൊക്കെ ഗ്രോത്ത് വന്ന് പ്ലാന്റ് ഒന്നങ്ങ് മെച്യൂർ ആവണം. അതിന് നല്ല കണ്ടീഷൻസ്, നല്ല ഫെർട്ടൈലായിട്ടുള്ള പോട്ടിംഗ് മിക്സും അതിന് നല്ല ഫെർട്ടിലൈസേഴ്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് നല്ല രീതിക്ക് പൂക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കുറേയൊക്കെ നടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇതിനെന്താണ്, എങ്ങനെയാണ് ഇത് നടേണ്ടത്, ഏത് മീഡിയത്തിലാണ് ഇതിന് നടേണ്ടത്, എന്ത് വളമൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏത് ക്ലൈമറ്റാണ് അതിന് ഏറ്റവും വളരാനായിട്ട് പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് നടുമ്പോൾ മനസ്സിലാവും. അതിൽ മെയിനായിട്ടുള്ള ഇത് തന്നെയാണ്, നല്ല രീതിക്ക് ഓപ്പണായിട്ട് എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് തന്നെ അതിനെ വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റും അതിന് വേണം. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലും വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ അതിന് നല്ലത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കേട്ടോ. പിന്നെ നല്ല ഒരു വലിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വലിയ പോട്ടുകളിൽ നട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് അതിന് നല്ല രീതിക്ക് അവിടെ ഒരു സ്ഥലത്തിരുന്ന് നല്ലതുപോലെ അതിന് പൂക്കാനും പറ്റും. അതിന് ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്ലാന്റ് ഉള്ളതുകൊണ്ട് അതിൽ നിറയെ എപ്പോഴും പൂക്കളുണ്ട്. ആ കാഴ്ച വളരെ മനോഹരമാണ്. എന്തൊരു രസമാണ്. സാധാരണ വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളർത്താം. പക്ഷേ വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഒന്നും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ആദ്യകാലത്തൊക്കെ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഒരു ഫ്ലവർ സ്പൈക്കൊക്കെ വന്നെന്നിരിക്കും. എന്നാലും ഇതുപോലെ നിറയൊക്കെ പൂക്കണമെങ്കിൽ ആ ചെടികൾ കുറേയൊക്കെ പഴക്കം വരണം. നമ്മൾ അത് നല്ലതുപോലെ അതിനെ കെയർ ചെയ്ത് അതിൽ ധാരാളം കിക്കീസൊക്കെ വന്ന്, ധാരാളം കിക്കീസ് മീൻസ് പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് ആ ഓരോ ബ്രാഞ്ച് വരുമ്പോഴും ആ ചെടിയൊന്ന് വലുതായി നല്ല തഴച്ച് നല്ല ഗ്രോത്ത് വന്നിട്ട് ആണ് അതിലേക്ക് മുട്ടുകളൊക്കെ വരുന്നത്. അപ്പം നമുക്കതിലേക്ക് വളർച്ചയ്ക്കായിട്ട് NPKയുടെ 19-19-19 എന്ന് പറയുന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂണിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുത്ത ആഴ്ച വീണ്ടും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെടി ഒന്ന് വലുതായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവറിങ്ങിൻ്റെ വളവും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലവറിങ്ങിന് ആവശ്യമായത് NPKയുടെ തന്നെ നൈട്രജൻ്റെ വാല്യൂ കുറഞ്ഞതും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് കൂടിയതുമായ വളങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ അത് ഫ്ലവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. പക്ഷേ പ്ലാന്റ് എത്രത്തോളം മെച്യൂർ ആവുന്നോ അപ്പോഴാണ് കൂടുതൽ ഇതുപോലെയുള്ള ഫ്ലവർ സ്പൈക്സുകൾ വരുന്നത്. ഈ പ്ലാന്റിനൊക്കെ 10 വർഷത്തെ ഏജുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം ഫിലിപ്പിക്ക. നിങ്ങളും ഇത് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി നിങ്ങളുടെ ഗാർഡനിൽ വെച്ച് വളർത്തൂ. ആദ്യമൊന്നും നിങ്ങൾ വലിയ റിസൾട്ടൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരിക. പക്ഷേ നിങ്ങൾ അതിനെ നല്ല രീതിക്ക് പരിപാലിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എത്രത്തോളം നല്ലതുപോലെ നോക്കുന്നു അത്രത്തോളം അത് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നതുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയം ഫിലിപ്പിക്കയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ പേര് വരാനുള്ള മെയിൻ കാരണം ഇത് ഫിലിപ്പീൻസിലാണ് അതിൻ്റെ ഒറിജിൻ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഡെൻഡ്രോബിയം ഫിലിപ്പിക്ക എന്ന പേര് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് വെറൈറ്റി ഒരു ഡെൻഡ്രോബിയമാണ്. വളർത്താനും അധികം പ്രയാസമില്ലാത്ത തരത്തിലുള്ള ഒരു ഡെൻഡ്രോബിയമാണ്. കൂടുതലായിട്ട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വൈൽഡ് ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം ഫിലിപ്പിക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം.